ജനലക്ഷങ്ങൾ നൽകിയ ഉജ്ജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് പര്യടനം തുടരുന്നു. തൃശൂർ ജില്ലയിലെ ആമ്പല്ലൂർ, ചേപ്പ്, പൂവത്തൂർ, ചാവക്കാട് എന്നിവിടങ്ങളിൽ ഉജ്ജ്വല സ്വീകരണമാണ് ഇന്നലെ ജാഥയ്ക്ക് നൽകിയത്. കയ്പമംഗലം മണ്ഡലത്തിന്റെ ഭാഗമായ കാളമുറിയിൽ നിന്നാണ് നവകേരള മാർച്ചിന്റെ 18ാം ദിവസത്തെ പര്യടനത്തിന്റെ തുടക്കം. തുടർന്ന് ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ മണ്ഡലത്തിന്റെ ഭാഗമായ മാള, ചാലക്കുടി എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഇന്നലെ ജാഥ പ്രയാണം അവസാനിച്ച ചാവക്കാട് സമാപന സമ്മേളനം അവിസ്മരണീയമാക്കി. നഗരത്തെ ചെങ്കടലാക്കി പതിനായിരങ്ങൾ സമ്മേളനവേദിയിലേക്ക് ഒഴുകിയെത്തി. നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ചരിത്രത്തിൽ സുപ്രധാന ഏടായ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓർമ്മകളിരമ്പുന്ന ഗുരുവായൂർ മണ്ഡലത്തിന്റെ ഭാഗമാണ് ചാവക്കാട്. മതനിരപേക്ഷവും അഴിമതി വിമുക്തവുമായ പുതിയ കേരളം കെട്ടിപ്പടുക്കാൻ ഒന്നിച്ചു നിൽക്കണമെന്ന ആഹ്വാനവുമായി ജാഥ ക്യാപ്റ്റൻ. ഒപ്പം അഴിമതിയിൽ മുങ്ങിയ ഉമ്മൻചാണ്ടി സർക്കാരിനുള്ള മുന്നറിയിപ്പും. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ജില്ലയിൽ പര്യടനം നടത്തിവന്ന നവകേരള മാർച്ചിന് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചത്. ജാഥ ജില്ലാ അതിർത്തിയായ പ്ലാഴി കടന്നതു മുതൽ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു. ജനനായകന്റെ വാക്കുകൾക്കായി ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും കാതോർത്തു നിന്നത് പതിനായിരങ്ങൾ. നവോത്ഥാന മുന്നേറ്റങ്ങളുടെ മുന്നിൽ നടന്നവർ ചെങ്കൊടിത്തണലിൽ ഒത്തുചേർന്നു. രക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ സാക്ഷിയാക്കി അവർ ജാഥാനായകനെ ആവേശപൂർവ്വം വരവേറ്റു. അങ്ങനെ സാംസ്കാരിക തലസ്ഥാനം ഓരോ സ്വീകരണങ്ങളും അവിസ്മരണീയമാക്കി. ജാഥ ഇന്ന് തൃശൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി നാളെ എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കും. ക്യാമറമാൻമാരായ ബാബുരാജ് മൊറാഴയ്ക്കും അഭിലാഷ് നിലമ്പൂരിനുമൊപ്പം സാലി മുഹമ്മദ്. നവകേരള മാർച്ചിന്റെ ഭാഗമായി തൃശൂരിലെത്തിയ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അത്താണിയിലെ പോപ്പോൾ മേഴ്സി ഹോം സന്ദർശിച്ചു. അന്തേവാസികൾക്കൊപ്പം ഏറെ നേരം ചെലവഴിച്ച പിണറായി ഏവർക്കും ആശ്വാസം പകർന്നാണ് മടങ്ങിയത്. അന്തേവാസികൾ പിണറായി വിജയന് ആശംസകളും നേർന്നു. നവകേരള യാത്രയുടെ പ്രയാണത്തിനിടയിലെ ഇടവേളയിലാണ് ജാഥ ക്യാപ്റ്റൻ പിണറായി വിജയൻ പോപ്പോൾ മേഴ്സി ഹോം സന്ദർശിച്ചത്. യാത്രയിലെ സ്ഥിരാംഗങ്ങൾക്കൊപ്പം എത്തിയ അദ്ദേഹത്തെ നിറഞ്ഞ കയ്യടിയോടെയാണ് അന്തേവാസികൾ സ്വീകരിച്ചത്. പരിമിതികൾ മറന്ന ജീവിതത്തോട് പോരാടുന്ന കുരുന്നു മനസ്സുകൾക്ക് പിണറായി ആശ്വാസമേകി. സഹായമില്ലാതെ ദൈനംദിന കാര്യങ്ങൾ പോലും നടത്താനാവില്ലെങ്കിലും വാർത്തകൾ ശ്രദ്ധിക്കുന്നവർ ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പത്രവായനയുടെ ഓർമ്മകളിൽ നിന്ന് പിണറായി വിജയനെ തിരിച്ചറിഞ്ഞ അന്തേവാസി ജോണി അദ്ദേഹത്തോട് കുശലാന്വേഷണവും നടത്തി. ഏറെ നേരം പീസ് ഹോമിൽ ചെലവഴിച്ച പിണറായി ഓരോ അന്തേവാസിക്കും സാന്ത്വന സ്പർശമേകിയാണ് മടങ്ങിയത്. സന്ദർശക ഡയറിയിൽ ഒപ്പുവയ്ക്കാനും അദ്ദേഹം മറന്നില്ല. ക്യാമറമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്.